ഇന്ന് കുരുമുളകർക്കാണ് പണി. ദാസേട്ടൻ്റെ പാടത്ത് കവുങ്ങിലുള്ള കുരുമുളകറവ കോണിയൊക്കെ വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. നാട്ടിൽ മുളക് പൊരയുടെ സീസണാണിപ്പോൾ. കുരുമുളക് പൊരയുടെ പണ്ടത്തെ പോലെ കുരുമുളകൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, ഒക്കെ പോയി. പണ്ട് ഒരുപാട് തോട്ടങ്ങളിൽ ഈ പറഞ്ഞ പോലെ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. ഇതൊക്കെ മൊത്തം പോയി. ഞാനൊക്കെ ഒരു മാസം ഫുള്ള് കുരുമുളക് തന്നെ പറിക്കുന്ന പണികൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു അനീഫ എന്ന് പറയുന്ന ഒരാളുണ്ട്, അനീഫണ്ണ, ആളുടെ കൂടെ പണിക്കാന്ന് പോയിരുന്നത്. ഞങ്ങൾ കുറേ പേരുണ്ട്. എൻ്റെ ഏട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള കുടുംബത്തിലുള്ള ആളുകൾ, പിന്നെ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ഈ കുരുമുളക് പറിക്കാനാണ് പോയിരുന്നത്. അപ്പോൾ അന്നെന്താ വെച്ചാൽ നിറച്ചുണ്ടായിരുന്നു. പ്ലാപ്പറ്റ പല ഭാഗങ്ങളിലും ഈ കുരുമുളക് തോട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കമ്മിയാണ്. പിന്നെ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മുളകും അധികം വിളയുന്നില്ല. ഈ മണ്ണിൻ്റെയൊക്കെ പ്രശ്നം തോന്നുന്നുണ്ട്. വയനാട് ഭാഗങ്ങളിലൊക്കെ പണ്ട് ഞാൻ മുളകിറക്കാനൊക്കെ പോയിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു സമയം, പിന്നെയാണ് കൺസ്ട്രക്ഷൻ വർക്കിൽ, അതായത് കെട്ടിട നിർമ്മാണത്തിലേക്ക്, ആ പണിയിലേക്ക് കടന്നത്. പിന്നെ അങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ അത് നമ്മുടെ വീട്ടിലൊന്നല്ല കേട്ടോ മുളക് പറിക്കുന്നത്. ഏണി എത്തില്ല. മുകളുടെ ഏണി വെച്ചിട്ടാണ് നമ്മൾ മുളക് പറിച്ചിരുന്നത്. ഇത് കോണി വെച്ചിട്ടാണ്, ഇരുമ്പ് കോണി വെച്ചിട്ടാണ് നമ്മൾ മുളക് പറിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് ഇരുമ്പ് കോണി അധികം ഹൈറ്റിലെത്തില്ല. അപ്പോൾ അത്യാവശ്യം മുകളിൽ ഹൈറ്റിലൊക്കെ അവിടെ നിർത്താനേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ ചായച്ചൊക്കെ എടുത്തിട്ട് പറിക്കുക തന്നെ പറ്റുന്ന പോലെ. കൂട്ടുകാരേതാ നമ്മൾ പറിച്ചിറങ്ങിയ കുരുമുളക് ചാക്കിൽ കൊട്ടുകയാണ്. എല്ലാത്തിലൊന്നുമില്ല, കുറേ എല്ലാ മരത്തിലും, അതായത് കുറച്ച് കവുങ്ങിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ ഏതിലാണ് കാര്യമായിട്ടൊന്നുമില്ല. ചിലതിൽ മാത്രമാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇരുമ്പ് കോണി നമ്മൾ ഏറ്റിക്കൊടുന്നിട്ട് വേണം ഇതിൽ വെച്ചിട്ട് കയറാൻ. നമ്മളെല്ലാ പണിയെടുക്കും, എല്ലാ ഇന്ന പണിയൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിത് ഇടുമ്പോൾ വിചാരിക്കും, ഇത്രയും വൈറലായിട്ട് പാട്ടുപാടി വൈറലായ, അല്ലെങ്കിൽ TV ചാനലിലൊക്കെ പോയ ഒരാളാണിപ്പോൾ ഇങ്ങനെ കൂലിപ്പണിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. അതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകൾ, എൻ്റെ ഗ്രാമത്തിലുള്ളത്, ഗ്രാമത്തിലുള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്തിൻ്റെ സൂക്കറാണ്, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇടുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സന്തോഷങ്ങളാണ് എപ്പോഴും ചിന്തിക്കാറ്. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ കക്കുക, ഒരാളെ കൊല്ലുക, തല്ലുക, ഇതിപ്പോൾ അതൊന്നുമില്ല. നമ്മൾ പണിയെടുത്തിട്ടല്ലേ ജീവിക്കുന്നത്. പണിയുണ്ടായാൽ മതി. എനിക്ക് പാട്ടും കാര്യങ്ങളെക്കാൾ കൂടുതൽ പണികളുണ്ടെങ്കിൽ തന്നെ സന്തോഷമാണ്. നാട്ടിൽ പണിയില്ല, അതിൻ്റെ പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.
പണിയില്ല. അതാ ഉള്ള പണിക്ക് ഒരുപാട് ആളുകളാണ്. പിന്നെ ഇതൊന്നും പറയാണ്ട് എന്തെങ്കിലും ഇത്തിരി പണി ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുനിന്ന് ആളുകളെ കൊടുത്തിട്ട് ആണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കൂടുതൽ ബംഗാളീസ് ഒക്കെയാണ്, നാട്ടിൽ പണിയില്ല. അപ്പോൾ നമ്മൾ ഈ മുളക് പറിക്കാനൊക്കെ അല്ലെങ്കിൽ കൊയ്ത്തിന്, അതുപോലെ ഞാറ് പറിക്കാൻ, നടാൻ, കണ്ടം കിളയ്ക്കാൻ, പിന്നെ വാഴ വെക്കാൻ, അതുപോലെ തന്നെ ഇതുപോലെ കവുങ്ങ് വെക്കാൻ, റബ്ബർ വെക്കാൻ, ഇതിനൊക്കെ കളിക്കാനും ഒക്കെ പോയിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇന്നതൊന്നും ഇന്നതേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ പാട്ടുകാരനായില്ലേ, അല്ലെങ്കിൽ വലിയ കലാകാരനായില്ലേ, അല്ലെങ്കിൽ എഴുത്തുകാരനായില്ലേ, അല്ലെങ്കിൽ കവിയായില്ലേ, ഇനി അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്തൊന്നും നമ്മളില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ, വീട്ടു ചിലവിന്, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ തീർക്കാൻ നമുക്ക് 10 രൂപ എങ്ങനെ കിട്ടണോ, മാന്യമായിട്ട് രീതിയിൽ പണിയെടുത്തിട്ട് എങ്ങനെ കിട്ടണോ അതിന് നമ്മൾ ചെയ്യുക, അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. മനസ്സിലായില്ലേ? പണ്ടൊക്കെ ഇതിന് വേറെ മുളയുടെ ഏണി ഉണ്ടായിരുന്നു. മുളയുടെ ഏണി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എല്ലാവർക്കും അറിയണമല്ലോ, പാലക്കാട് ജില്ലക്കാർക്ക് കൂടുതൽ അറിയാം ഏണി. അപ്പോൾ എന്താ വെച്ചാൽ ഏണി എടുക്കുമ്പോൾ നല്ല വലിപ്പമുണ്ടാവും, നമ്മൾ ഇതിൽ കൂടെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇതിലേക്ക് ഈ കവുങ്ങിലേക്ക് കണ്ട് ചാരിയിട്ട് കണ്ട് ഇടയിലെ അവരെ കെട്ടും ആ ഒരു ബലത്തിന് വേണ്ടിയിട്ട്, പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കവുങ്ങിൽ പതിഞ്ഞ് കിടക്കും, അപ്പോൾ നമുക്ക് സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കൂടി വയ്ക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, ഫുള്ള് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏണിയൊന്നും കിട്ടാല്ല, അതായത് മുളയില്ല നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് ഇപ്പോൾ ഏണിയൊന്നും കിട്ടാനില്ല. ഇനി കുറച്ചുകൂടി പറിക്കാനുണ്ട്, ഇന്നത്തെ കഴിയുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ പറിക്കുന്നത് കുരുമുളകാണ്. ഈ ധനുമാസം, അതുപോലെ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കൂടുതൽ. മാർച്ച് വരെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്, ഇപ്പോഴൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് മാർച്ച് വരെയൊക്കെ ഞങ്ങൾ കുരുമുളക് പറിച്ച കാലമുണ്ട്. അതായത് ഈ എന്താ പറയുക, പനിനീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് കുരുമുളകിൽ, അതൊക്കെ ആയി കിട്ടണമെങ്കിൽ ടൈം പിടിക്കും. അതുപോലെ നാടൻ മുളക് പഴുത്ത് കിട്ടണമെങ്കിൽ ടൈം പിടിക്കും. അപ്പോൾ മാർച്ചിൻ്റെ ഒരു പകുതി വരെയൊക്കെ ഞങ്ങൾ കുരുമുളക് പറിച്ചൊരു കാലം പണ്ടുണ്ട്. അന്നെന്താ വെച്ചാൽ നിറച്ച് തോട്ടങ്ങളുണ്ട്, കുരുമുളക് തോട്ടങ്ങൾ, കവുങ്ങും തോട്ടങ്ങൾ, അതിലൊക്കെ ആ കുരുമുളക് കയറ്റി. ഇന്നിപ്പോൾ കുരുമുളകൊക്കെ വളരെ കമ്മിയാണ്, ഇല്ലയെന്ന് തന്നെ പറയാം, ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അന്നൊക്കെ പറിച്ചാൽ തീരത്തത്ര ഉണ്ട്. നമ്മൾ ഈ മലയാളിമാരുടെ കൂടെയാണ് പണിക്ക് തന്നെ പോവുക, നമ്മുടെ കൂട്ടുകാരന്മാർ ഏട്ടനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ഈ മുളക് പറിക്കുന്ന നമ്മുടെ നല്ല കേട്ടോ, ഈ തോട്ടം തൊടിയൊന്നും നമ്മുടെ അല്ല, ദാസേട്ടൻ്റെയാണ്, എൻ്റെ കൂട്ടുകാരൻ ദാസേട്ടൻ്റെയാണ്, മൂപ്പര പാടത്തുള്ളതാണ്. അപ്പോൾ അധികമൊന്നുമില്ല, നമുക്ക് പറിച്ച് വെള്ളമെല്ലാം പറിച്ച് കഴിഞ്ഞ് കയറി വന്നാൽ ഒരു 5 കിലോനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 5-6 കിലോ ഉണക്കി കിട്ടുമ്പോഴേക്ക് കഷ്ടി ഉണ്ടാവുള്ളൂ, 5-6 കിലോ. നല്ല വിലയുണ്ട് കുരുമുളകിന്, ഇപ്പോഴും ഉണ്ട് തോന്നുന്നു. ഇവർ വീട്ടാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വിൽക്കാനൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പണി. റോഡ് സൈഡാണ്, നല്ല മുകളിൽ കൂടെ റോഡാണ്. അപ്പോൾ നമ്മൾ പണി തുടങ്ങട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വല്ലതും മനസ്സിലായോ എന്തോ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. പിന്നെ വൈകുന്നേരം ആവാറായി. അപ്പം നമ്മൾ വേഗം നോക്കട്ടെ. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു ആളുകൾ ഇങ്ങനെ കുരുമുളക് പറിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അരിച്ചാക്ക് എടുത്തിട്ട് അരയിൽ കെട്ടിയിട്ടാണ് അതിന് പറിച്ചിടുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പഴയ ലുങ്കി, ബലമുള്ള ചളിയൊക്കെ പിടിച്ച ഒരു ലുങ്കി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു തല എടുത്തിട്ട് തോളിൻ്റെ അപ്പുറം എടുത്തിട്ട് അങ്ങനെ കെട്ടുക. പിന്നെ അടുത്തത് താഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ സൂപ്പർമാൻ്റെ ഇതുപോലെ അങ്ങനെ കിടക്കുന്നുണ്ടാവും ബാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു തല എടുക്കുക, എന്നിട്ട് ഇത് കൂടെ എടുക്കുക, എന്നിട്ട് അടുത്ത തല ഫോൺ അവിടെ വെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അടുത്ത തല അടുത്ത അങ്ങനെ പുറത്തുകൂടെ എടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ നമുക്കൊരു ഊരാൻ കൊടുക്കായിട്ട് കെട്ടാം. കെട്ടി ഇനി നമ്മളിതിന് ഈ 2 സൈഡിൽ കൂടെ ഇതല്ല, ഈ 2 സൈഡിൽ കൂടെ ഇടാം. അപ്പോൾ നമുക്ക് ബലമായിട്ട് നമ്മുടെ തോളത്ത് ഈ സാധനം കിടക്കും. ചാക്കാവുമ്പോൾ നമുക്ക് അരയ്ക്കാണ് വരിക. അപ്പോൾ അരയിൽ കിട്ടുമ്പോൾ
നമ്മൾ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അരയിലേക്ക് ഇങ്ങനെ മുറുക്കം വരും, വേദന വരും. ഇത് തോളിലാവുമ്പോൾ മുകളിൽ കണ്ടില്ലേ, ഇതിൽ കൂടെയാണ് നമ്മളിടുക. അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ പണിയാണ്. പണ്ട് പണിക്ക് പോകുന്ന കാലത്ത് അതൊന്നും മറന്നിട്ടില്ല. പണ്ട് ചെയ്ത പണികളും മറന്നിട്ടില്ല, അതിൻ്റെ ഐഡിയകളും മറന്നിട്ടില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ. ദൈവം ആരോഗ്യം ആയുസ്സും തരട്ടെ, ഒപ്പം തൊഴിലും തരട്ടെ. വല്ലപ്പോഴൊക്കെ പാട്ട് കിട്ടുകയാണെങ്കിൽ അത് വലിയ സന്തോഷം. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടിയിട്ടും. എല്ലാവരും നന്നായിട്ടിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ വണക്കം നൻപുകളെ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ നരൻ പുലാപ്പറ്റ എന്ന നരൻ പുലാപ്പറ്റ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നരൻ പുലാപ്പറ്റ എന്നുള്ള പേജ് 2 ഉണ്ട് ഫേസ്ബുക്കിൽ, അത് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, ഞാൻ അത്ര ആക്റ്റീവ് അല്ല അതിൽ. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് വീണ്ടും പോകുന്നു. എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ.